Hey guys and welcome back to Best Car Picks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള 4.2 to 4.5 മീറ്റേഴ്സ്, അതായത് നമ്മുടെ അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസിനോ അല്ലെങ്കിൽ മിഡ് സൈസ് എസ് യു വിസിനോ സി സെഗ്മെന്റ് എസ് യു വിസിനോ എന്ത് വേണമെങ്കിലും പറയാം. സോ നമ്മളിത് നോർമലി ചെയ്യുന്ന 17 വാഹനങ്ങളുടെയാണ് മന്ത് ഓൺ മന്തിലാണ് കമ്പയർ ചെയ്യാറുള്ളത്. കഴിഞ്ഞ മാസം ഏറ്റവും കുറവ് വിറ്റുപോയി, അതായത് 17th പൊസിഷൻ നിൽക്കുന്നത് നമ്മുടെ സെറ്റിൻ്റെ ബസാൾട്ടാണ്. ഇതിന് ജസ്റ്റ് 43 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇനി ഏപ്രിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ മുന്നത്തെ മാസം നോക്കുകയാണെങ്കിൽ 62 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. 19 വാഹനങ്ങളുടെ വ്യത്യാസം 30.65% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ബസാൾട്ട് ആണെങ്കിൽ എൻ്റെ തൊട്ടുമുള്ള ഏതാണെന്ന് നിങ്ങൾ ചിലപ്പോൾ ഗസ് ചെയ്താണിരിക്കും. യെസ്, നമ്മുടെ എയർക്രോസ് തന്നെയാണ്. ഈ രണ്ട് വണ്ടികൾക്ക് അവർ എക്സ് എന്ന് പറഞ്ഞ പുതിയ ഒരു അപ്ഡേറ്റഡ് മോഡൽ, അതായത് ചെറിയൊരു മൈനർ ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കൊടുത്തായിരുന്നു. ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ആയി, പ്രൈസിങ് വലിയ കുഴപ്പമില്ലാണ്ടായി, അത്യാവശ്യം നല്ല റൈഡ് ഹാൻഡ്ലിങ് പിന്നെ എല്ലാ സാധനങ്ങളും ഈ വണ്ടിക്ക് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ സെയിൽസ് മാത്രം അധികം കയറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം 58 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏപ്രിൽ മാസത്തിൽ 77 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 19 വാഹനങ്ങളുടെ വ്യത്യാസം 24.68% ഡീഗ്രോത്ത് റേറ്റാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത 15th പൊസിഷൻ നിൽക്കുന്ന വാഹനം എം ജിയുടെ ആസ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 59 വണ്ടികൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മുന്നത്തെ മാസം ഏപ്രിലാണെങ്കിൽ 107 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 48 വാഹനങ്ങളുടെ വ്യത്യാസം 44.86% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് ആസ്റ്റർ. ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറയാൻ മാത്രം ഒരു കീ പോയിന്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഇല്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വലിയ സെയിലും ഇല്ലാത്ത. കാരണം ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ഇതും കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 12 വണ്ടികളുണ്ട്. അവിടെയാണ് പ്രശ്നം. ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്തായാലും ആവശ്യമുണ്ട്. എനിവേ, നമ്മുടെ അടുത്ത 14th പൊസിഷൻ നിൽക്കുന്ന മഹീന്ദ്രയുടെ XUV 400 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 129 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ 66 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയത്. അങ്ങനെ നോക്കുമ്പോൾ സെയിൽ കൂടി 63 വാഹനങ്ങളുടെ വ്യത്യാസം 95.45% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്ന വണ്ടി ഇതല്ല, രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്ന വണ്ടിയാണിത്. പക്ഷേ സ്റ്റിൽ ഇത് അത്യാവശ്യം ഇംപ്രസീവ് സെയിലാണ്. കാരണം ഈ വണ്ടി ഒരു ജനറേഷൻ പഴയതാണ്. നമ്മുടെ 3XO പോലത്തെ ഫ്രണ്ട് ഫേസോ അല്ലെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഈ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ എന്നാലും 100 മുകളിൽ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഇനി എൻ്റെ തൊട്ട് മുകളിലായിട്ട് മഹീന്ദ്രയുടെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനമുണ്ട് B6. ഇതിന് 902 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം വന്ന്. ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 1170 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്ന 268 വാഹനങ്ങളുടെയും 22.91% ഡീഗ്രോത്ത് റേറ്റുമാണ് ഉള്ളത്. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷൻ നിൽക്കുന്ന വാഹനം ഹോണ്ടയുടെ എലവേറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1224 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിലും കുറവായിരുന്നു, 1036 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 188 വാഹനങ്ങളുടെ വ്യത്യാസം 18.15% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ജസ്റ്റ് ബെയർലി 1000 മുകളിൽ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം 2024 ഇത് ലോഞ്ച് ചെയ്ത സമയത്ത്, 2024 ഞാൻ വിശ്വസിക്കുന്നു, ആ സമയത്ത് ഏകദേശം ഒരു 4000-5000 ഇനീഷ്യൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെഗ്മെന്റിൽ കുറേ വണ്ടികൾ അപ്ഡേറ്റ് ആയി, ഫേസ് ലിഫ്റ്റ് വന്ന് ജനറേഷൻ മാറി, അങ്ങനെ ഭയങ്കര ക്രൗഡായി. അങ്ങനെ ഈ വണ്ടിയുടെ ഡിമാൻഡും അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഹോണ്ട ഇതുവരെ ഈ വണ്ടിയോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുമില്ല. ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ 11th പൊസിഷൻ നിൽക്കുന്ന റെനോയുടെ ഡസ്റ്റർ ആണ്. ഈ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ മാസം 1267 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. ഏപ്രിൽ 2359 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. 1092 വാഹനങ്ങളുടെ വ്യത്യാസം 46.29% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് മന്ത് ഓൺ മന്ത് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് ഡസ്റ്റർ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ആക്ച്വലി വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്, അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട്. അവർ ഇതുവരെ ഡെലിവറി ഫുള്ളായിട്ട് കൊടുത്തു തുടങ്ങുന്നില്ല. പക്ഷേ അപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ചൊരു കൂടുതലായിരുന്നു വണ്ടി. ഇവരിപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വണ്ടിയുടെ ഡിമാൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അടുത്ത 10th പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ ഫോക്സ്വാഗൻ്റെ ടൈഗൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1281 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ നമുക്ക് 1543 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 262 വാഹനങ്ങളുടെ വ്യത്യാസം 16.98% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും സെയിൽ കുറച്ച് കുറവാണ്. ഇവരിപ്പോൾ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സ്ഥിതിക്ക് ഏകദേശം 1500 to 2000 ഇടയിലെങ്കിലും സെയിൽ വന്നാലേ അത്യാവശ്യം ഡീസൻറ്റ് സെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കുഷാക്ക് എന്തായാലും ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഭൂരിഭാഗം സമയങ്ങളിലും പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം എന്നാലും അത്ര ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് 1281 ആണെങ്കിൽ കുഷാക്കിന് കഴിഞ്ഞ മാസം തൊട്ടുമുള്ള കുഷാക്കാണ് 9th പൊസിഷനിൽ 1310 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് ടൈഗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആപ്പാടെ 30 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ എന്തായാലും ഏപ്രിൽ കുഷാക്കിൽ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. 1851 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 541 വാഹനങ്ങളുടെ വ്യത്യാസം 29.23% ഡീഗ്രോത്ത് റേറ്റാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. സോ അത് കുറച്ച് മോശമായി. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് സ്കോഡയുടെ കുഷാക്ക്. ഇനി അടുത്തത് കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ എം ജിയുടെ ZS. കുറച്ച് കാലത്തേക്ക് വണ്ടി 200, 300, 400 റേഞ്ചിലൊക്കെയാണ് കടന്ന് ഈ അടുത്തായിട്ട് പിന്നെ പിടിച്ച് കയറാൻ തുടങ്ങി സെയിൽ. കഴിഞ്ഞ മാസം ഇതിന് 1562 വാഹനങ്ങൾ സെയിലാണ് വന്ന്. ഇതിന് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് പെൻഡിങ് ആയിരുന്നു, പക്ഷേ അവർ ഇതുവരെ ഇറക്കിയിട്ടില്ല. സോ നോർമൽ കേസിൽ സെയിൽ ഡൗൺ ആവുമായിരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സെയിൽ നന്നായിട്ട് കൂടി. നമുക്ക് ഏപ്രിൽ മാസത്തിൽ 717 വാഹനങ്ങൾ സെയിലാണ് വന്നത്. സോ 845 വാഹനങ്ങളുടെ വ്യത്യാസം 117.85% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഡെഫിനറ്റ്ലി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം നമ്മുടെ ZS തന്നെയാണ്. ഇനി
ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് ടാറ്റയുടെ കർവ് ഉണ്ട് 7th പൊസിഷനിൽ. ഇതിന് കഴിഞ്ഞ മാസം 1680 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിലിൽ 1403 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 277 വാഹനങ്ങളുടെ വ്യത്യാസം 19.74% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് 3000-4000 ഒക്കെ എങ്കിലും സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ എന്തായാലും കുറച്ച് കുറവാണ്. അങ്ങനെ ഭയങ്കര ഒരു ടാറ്റയുടെ ഔട്ട് റേറ്റ് ഹിറ്റായിട്ടുള്ള വണ്ടി എന്ന് നമുക്കൊരു രീതിയിലും ഈ വാഹനത്തിനെ വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇറങ്ങിയ സിയറൊക്കെ ആണെങ്കിൽ പോലും 7000-അടുത്തൊക്കെ ആയിട്ട് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെ വന്നായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് പോയി ഇത് അധികം ആൾക്കാർ വാങ്ങാതെയായി. കാരണം ജസ്റ്റ് ഒരു നെക്സോണ്ട് കൂപ്പേ ബേസ്ഡ് ആയിട്ടുള്ള SUV ആണത്. ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ടാണ് സിയറ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 6606 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഏപ്രിൽ മാസത്തിൽ 7316 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. അതായത് 710 വാഹനങ്ങളുടെ വ്യത്യാസം 9.7% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടാറ്റ മിക്കവാറും കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ബുക്കിംഗ് ഇപ്പോഴും അത്യാവശ്യം വരുന്നുണ്ട്. പക്ഷേ അവർ അതിനനുസരിച്ച് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഏകദേശം ഒരു 7000-അടുത്താണ് ഇപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇട്ടിരിക്കുന്നത്. മിക്കവാറും വരും കാലങ്ങളിൽ 8000-10,000 ഇടയിലേക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ്. ഇതിനിപ്പോൾ കഴിഞ്ഞ മാസം ജസ്റ്റ് ഒന്ന് ഇത്തിരി സെയിൽ കുറഞ്ഞെന്ന് പറയാം. 8664 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 9115 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നു. സോ 451 വണ്ടികളുടെ വ്യത്യാസം 4.95% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ പറയാം. പക്ഷേ ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, അതായത് 26 തുടങ്ങിയപ്പോൾ തൊട്ട് ഏകദേശം ഒരു 10,000-ക്ക് അടുത്തായിട്ട് ഹൈറൈഡറിന് സെയിൽ കിട്ടുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇതിലും സെയിൽ കുറവാണ്. അതായത് പ്രൊഡക്ഷൻ അവർ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം എന്തായാലും കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹൈറൈഡറിൻ്റെ പ്രൊഡക്ഷൻ ഇത്തിരി കൂടെ കുറച്ചൊരു ഗ്രാൻഡ് വിറ്റാരയുടെ പിന്നെയും കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അവർ ഡിമാൻഡ് അനുസരിച്ചാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ 4th പൊസിഷനിൽ കഴിഞ്ഞ മാസം ഗ്രാൻഡ് വിറ്റാര ഉണ്ട്. 9366 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. ഏപ്രിൽ ജസ്റ്റ് 7718 ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നത്തെ മാസങ്ങൾ 4000-5000 ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും 2024-25 നമ്മുടെ ഹൈറൈഡറിന് അത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, 4000-5000 ഒക്കെ. എനിവേ നമ്മൾ ഗ്രാൻഡ് വിറ്റാര കമ്പയർ ചെയ്യുമ്പോൾ 1648 വാഹനങ്ങളുടെ വ്യത്യാസം 21.35% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ പുതിയ കിയയുടെ സെൽറ്റോസ് ആണ്. ഇതിൻ്റെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. കഴിഞ്ഞ മാസം 10597 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ഏപ്രിൽ 10566 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് വെറും 31 വണ്ടികളുടെ വ്യത്യാസം 0.29% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ വന്നിരിക്കുന്ന വേറെ വണ്ടികളും ഇല്ല. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ കുറച്ചും കൂടെ മുകളിലാണ്. അതായത് 4.4 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, പവർ ടൺ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഓൾറൗണ്ടർ വണ്ടിയാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് ആണ്. കഴിഞ്ഞ മാസം 10753 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. ഏപ്രിൽ ഇതിലും കൂടുതലായിരുന്നു, 13701 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് 2848 വാഹനങ്ങളുടെ വ്യത്യാസം 20.79% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. യൂഷ്വലി ഒരു 13,000-ന് മുകളിലായിട്ടൊക്കെയാണ് കിട്ടാറുള്ള സെയിൽ. കഴിഞ്ഞ മാസം ഇത്തിരി കുറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ഇതിന് കഴിഞ്ഞ മാസം 15235 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ഏപ്രിൽ മാസത്തിൽ 15291 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 56 വാഹനങ്ങളുടെ വ്യത്യാസം അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 0.37% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവൻ ഡീഗ്രോത്ത് ആണെങ്കിലും എന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ നമ്മുടെ എബവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം? പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.